ഏവർക്കും ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ കാട്ടിലെ മഴ എന്ന പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങളും ചോദ്യോത്തരങ്ങളുമാണ് നോക്കുന്നത്. ഇലകൾ ചോരുന്ന ആകാശം, ഇ സ്വാമിനാഥ്. മുതിർന്ന മാധ്യമപ്രവർത്തകനും മലയാള മനോരമ മുൻ സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റുമായ ഇ സ്വാമിനാഥ് രാഷ്ട്രീയം, പരിസ്ഥിതി തുടങ്ങിയ മേഖലകളിൽ കേരളം കണ്ട ഏറ്റവും മികച്ച മാധ്യമപ്രവർത്തകരിൽ ഒരാളായിരുന്നു. അമൂല്യ ശൈലിയിൽ അദ്ദേഹം എഴുതിയ രാഷ്ട്രീയ ലേഖനങ്ങളും പംക്തികളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. മുതിർന്ന മാധ്യമപ്രവർത്തകരിൽ ഒരാളായിരിക്കുമ്പോഴും മറ്റുള്ളവരോട് നടത്തിയ ലാളിത്യമാർന്ന ഇടപെടലുകൾ വഴി സോമേട്ടൻ എന്നാണ് മാധ്യമപ്രവർത്തകർക്കിടയിലും പൊതുസമൂഹത്തിലും ഇ സ്വാമിനാഥ് പൊതുവെ വിളിക്കപ്പെട്ടത്. രാഷ്ട്രീയ വിഷയങ്ങളിലും പരിസ്ഥിതിയെക്കുറിച്ച് ശ്രദ്ധേയമായ നിരവധി റിപ്പോർട്ടുകൾ അദ്ദേഹത്തിൻ്റെതായുണ്ട്. മലയാള മനോരമയിൽ ആഴ്ചക്കുറിപ്പുകൾ എന്ന പേരിൽ രാഷ്ട്രീയ പംക്തിയിലൂടെ അദ്ദേഹം എഴുതിയ ലേഖനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. സ്വാമിനാഥിൻ്റെ നടുത്തളം നിയമസഭാ ലേഖനങ്ങൾ സൂക്ഷ്മനിരീക്ഷണം കണ്ടും മൂർച്ചയേറിയ ആക്ഷേപഹാസ്യ ശരങ്ങൾ കൊണ്ടും വേറിട്ട് നിൽക്കുന്നു. ഇനി നമുക്ക് ഇതിലെ പദപരിചയം നോക്കാം. കന്നിമഴ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മഴ, നീർച്ചാൽ വെള്ളം ഒഴുകിപ്പോകാനുള്ള ചാല്, ചെറിയ തോട്. മലമുഴക്കി ഒരിനം വലിയ പക്ഷി. ഓക്കെ. അടുത്തത് മഴയിരമ്പം, മഴയുടെ ശബ്ദം. ഓക്കെ. മഴയിരമ്പം, മഴയുടെ ശബ്ദം. ഇലച്ചാർത്തുകൾ, ഇലക്കൂട്ടങ്ങൾ. പ്രതിരോധിച്ചു, തടഞ്ഞു, പ്രതിധ്വനി, മാറ്റൊലി. ഓക്കെ. ഇനി പിരിച്ചെഴുതുക. കരിയില, കരി പ്ലസ് ഇല. തലയുയർത്തി, തല പ്ലസ് ഉയർത്തി. ഇലച്ചാർത്ത്, ഇല പ്ലസ് ചാർത്ത്. പുഴയോരം, പുഴ പ്ലസ് ഓരം. പാറക്കെട്ട്, പാറ പ്ലസ് കെട്ട്. മഴയിരമ്പം, മഴ പ്ലസ് ഇരമ്പം. മഴത്തുള്ളികൾ, മഴ പ്ലസ് തുള്ളികൾ. മാറിക്കഴിഞ്ഞു, മാറി പ്ലസ് കഴിഞ്ഞു. പെട്ടെന്നായിരുന്നു, പെട്ടെന്ന് പ്ലസ് ആയിരുന്നു. കരിഞ്ഞുണങ്ങിയ, കരിഞ്ഞ് പ്ലസ് ഉണങ്ങിയ. ഓക്കെ. ഇനി കണ്ടെത്താം, പറയാം, എഴുതാം. പുഴയ്ക്ക് ജീവൻ വച്ചു തുടങ്ങിയിരിക്കുന്നു. മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് നിറക്കൂട്ടായി. കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടം കണക്ക് മേഘങ്ങൾ. മഴ കാട്ടിലുണ്ടാക്കുന്ന കാഴ്ചകളാണ് ഈ വാക്യങ്ങളിലൂടെ വ്യത്യസ്തമായി അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതുപോലുള്ള വാക്യങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തൂ. അവയുടെ ആശയം ക്ലാസ്സിൽ പറഞ്ഞ് അവതരിപ്പിക്കൂ. എഴുതി വയ്ക്കുകയും വേണം. ഓക്കെ. പുഴയ്ക്ക് ജീവൻ വച്ചു തുടങ്ങിയിരിക്കുന്നു. നോക്കാം. കടുത്ത വേനലിൽ പുഴ വറ്റി വരണ്ട് കിടക്കുന്നു. എന്നാൽ ആദ്യ മഴ പെയ്തതോടെ പുഴയ്ക്ക് ജീവൻ വെച്ചു. മെലിഞ്ഞുണങ്ങിക്കിടന്ന പുഴയുടെ വറ്റി വരണ്ട നീർച്ചാലുകൾ മഴ പെയ്തതോടെ ഉയർത്തെഴുന്നേറ്റു. മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് നിറക്കൂട്ടായി. ഇരുട്ടിൽ മഴ വെറും ശബ്ദം മാത്രമായിരുന്നു. നിലാവ് ഉദിച്ചതോടെ ആദ്യ മഴയിൽ കറങ്ങി മറിഞ്ഞൊഴുകുന്ന പുഴ നല്ലൊരു കാഴ്ചാനുഭവമായി. ഓക്കെ. ഇടിമിന്നൽ ചാലുകൾക്കിടയ്ക്ക് കാട്ടിലേക്ക് വന്ന പുഴയിൽ ചിതറിയ ചിത്രങ്ങൾ വരച്ചു. ഒന്നും കൂടി നോക്കാം. കാട്ടിലെ മഴയ്ക്കൊപ്പം എത്തിയ ഇടിമിന്നലിൻ്റെ വെളിച്ചം മരങ്ങൾക്കിടയിലൂടെ കടന്ന് പുഴയുടെ വെള്ളത്തിൽ പ്രതിഫലിപ്പിക്കുന്നതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ. ഇനി അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഒറ്റയ്ക്കും കൂട്ടായും ഇരുൾ വീണു തുടങ്ങിയ കാട്ടിൽ ഒളിച്ചിരിക്കാൻ ഒരിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു. ഇരുൾ വീണു തുടങ്ങിയ കാട്ടിൽ ഒരിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു. ഈ വാക്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചർച്ച ചെയ്യൂ. കൂടുതൽ ഉദാഹരണങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി എഴുതുക. ഇവിടെ നൽകിയിരിക്കുന്ന 2 വാക്യങ്ങൾ തമ്മിൽ അർത്ഥവ്യത്യാസമില്ല. ആദ്യ വാക്യത്തിൽ ഒളിച്ചിരിക്കാൻ ഒരിടം എന്നത് പകരം രണ്ടാമത്തെ വാക്യത്തിൽ ഒളിയിടം എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഒളിയിടം എന്നതിനെ പിരിച്ചെഴുതിയാണ് ഒളിച്ചിരിക്കാൻ ഇടം എന്നത്. ഒളിച്ചിരിക്കാൻ ഇടം, ഒളിയിടം. ഓക്കെ. ഇത്തരം ചില പ്രയോഗങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ. നോക്കാം. മഴയുടെ ഇരമ്പം എന്താണ്? മഴയിരമ്പം. ഇടിമിന്നലിൻ്റെ ചാലുകൾ, ഇടിമിന്നൽ ചാലുകൾ. ഇലയുടെ ചാർത്തുകൾ, ഇലച്ചാർത്തുകൾ. പുഴയുടെ ഓരം, പുഴയോരം. നിലാവിൻ്റെ നിറം, നിലാനിറം. നീരിൻ്റെ ചാലുകൾ, നീർച്ചാലുകൾ. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്. 5ാം ക്ലാസ്സിലെ കാട്ടിലെ മഴയിലെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇതിൽ മുഴുവൻ ചർച്ച ചെയ്തത്. ഓക്കെ. ടീച്ചറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.